എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഞാനിന്ന് പെരുന്നാളായിട്ട് കുറച്ച് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളു. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, പൊട്ടിച്ച് നോക്കാം. ഞങ്ങളെ എന്തുണ്ടാക്കിയാലും ബിരിയാണി ഉണ്ടാക്കിയാൽ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുള്ളൂ. അടുപ്പത്ത് വെച്ചിട്ട് ഒരു ദം വെച്ചെടുത്താലേ അതൊരു ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ കരിഞ്ഞോ? ആ ഉള്ളിയെ ഞാനൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഉള്ളി കരിഞ്ഞുപോയി മക്കളെ. അടിപൊളി. നമുക്ക് എടുത്തു വെക്കാം. അടിയിലുള്ള ഇറച്ചൊക്കെ ഇങ്ങനെ പോരട്ടെ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഞങ്ങൾ രണ്ടാളല്ലേ മക്കൾ, അതുകൊണ്ടാണ് ചെറിയ പാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ. മോള് വന്നിട്ടില്ല, അവള് നാളെ വരുള്ളൂ. ഇത് ബാക്കി വരും കേട്ടോ. ബാക്കിയൊന്നുമല്ല, ഞാൻ തിന്നോളാം. അതെ, ആ എന്നാ മതി. നമുക്ക് ചോറിനി വിളമ്പി വെക്കാം പ്ലേറ്റിൽ. കോഴിക്കാലായിരിക്കും ഉമ്മാക്ക? എനിക്ക് കോഴിക്കാല് നല്ല ഇഷ്ടം കേട്ടോ. എൻ്റെ മോള് വന്നാലും കോഴിക്കാല് എനിക്ക് മാറ്റി വെക്കും, എൻ്റെ മോൻ കഴിച്ചാലും മാറ്റി വെക്കും. ഇത്രയും മതി ഒരു കോഴിക്കാലും. അപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ള പെരുന്നാൾ ഇതാണ് അല്ലേ? ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടല്ലോ, ആ വാതിൽ തുറന്നിടുമ്പോൾ നല്ല കാറ്റുണ്ടാവും. നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഫാനൊന്നും വേണ്ട. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുള്ളൂ, രാവിലെയും വൈകുന്നേരത്ത്. രാത്രി മാത്രമേ ഇവിടെ നിന്ന് മാറുള്ളൂ കേട്ടോ. നമ്മുടെ കാലൊക്കെ ഇപ്പം എങ്ങനെയുണ്ട്? കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യിക്കാറുണ്ട്. കാല് നീരൊക്കെ മാറിയിരിക്കണ്, എന്നാൽ വേദന കുറച്ച് ഉണ്ട്. കുറച്ച് കഴിയും വേദന മാറാൻ. രണ്ട് കാലും വികലാങ്ങനല്ലേ, അപ്പം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ മക്കളെ പെരുന്നാൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ പണിയായി. ഇവനൊരു മാക്സി കൊണ്ടു തന്ന്, മോളൊരു മാക്സി തന്ന്. രണ്ടെണ്ണം മാറി മാറി അടിക്കാൻ നോക്കിയതാ, പക്ഷെ അത് പറ്റിയില്ല. ഒരെണ്ണമേ ശരിയായിട്ടുള്ളൂ. ഒന്നതാ അവിടെ ഇരിക്കണ്. പരമാവധി ശരിയാക്കാൻ നോക്കി, ശരിയായില്ല. ഇനി ഒന്നേന്ന് അഴിച്ചിട്ടൊക്കെ വേണം ശരിയാക്കി എടുക്കാൻ. ഇത് മാത്രം ഒന്ന് റെഡിയായി, അത് ഞാൻ ഇട്ടു. അപ്പം ഇനി എന്താ ചെയ്യണം വെച്ചിട്ടാ, കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങണം. പരിപാടി അതാണ് അടുത്ത പരിപാടി. ഭക്ഷണം കഴിച്ചാൽ കുറച്ചു നേരം കിടന്നുറങ്ങണ്ടേ, അപ്പോഴല്ലേ പെരുന്നാളിന്റെ ഒരു ഇന്നലെ തുടങ്ങിയാണല്ലോ അല്ലേ? ഇനിയിപ്പോൾ ഒന്ന് ഉറങ്ങി എണ്ണിട്ട് വൈകുന്നേരം ആയാലുണ്ട് വെള്ളയും കല്ലുകോ അല്ലെങ്കിൽ പട്ടാമ്പിയിലോ ഒരു പാർക്ക് വന്നിട്ടുണ്ട്. അവിടേക്കോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോവുക. ഞാനും മോനും ഇല്ലേ ഉള്ളു, അപ്പോൾ ബൈക്കിൽ പോയാൽ മതി. സൂപ്പറായിട്ട് കറങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞില്ലേ, പുറത്തുനിന്നൊരു ചായയൊക്കെ കുടിച്ച് നല്ല ഉഷാറായി വരണം. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പെരുന്നാൾ ആഘോഷം. ഇനി നിങ്ങളുടെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കുക. ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ.